എല്ലാവരും ചോക്ലേറ്റ് തിന്ന് കവർ വലിച്ചെറിയുമ്പോൾ അത് പെറുക്കി സൂക്ഷിച്ചു വെക്കുന്ന ഈ ലോകത്തിലെ ഒരേയൊരു മഹാവിഡ്ഢി അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഒരു 5 രൂപയുടെ ഡയറി മിൽക്ക് തിന്നിട്ട് അതിന്റെ കവർ വെച്ച് ചരിത്രം സൃഷ്ടിക്കാൻ ഇറങ്ങിത്തിരിച്ച എന്നെ വേണം ആദ്യം തല്ലാൻ. കവറിലെ അക്ഷരങ്ങൾ കഷ്ടപ്പെട്ട് വെട്ടിയെടുത്ത് ഞാൻ ഉണ്ടാക്കിയ ആ ലവ് കണ്ടോ? ഇത് കാണുമ്പോൾ കാഡ്ബറി കമ്പനിക്കാർക്ക് എന്നോട് സ്നേഹം തോന്നുമോ, അതോ ഉള്ള ചോക്ലേറ്റ് കൂടി തല്ലിപ്പറിച്ചോണ്ട് പോകുമോ ആവോ? അക്ഷരങ്ങളുടെ ആ ഒരു കട്ടിങ് കണ്ടില്ലേ? കത്രിക കൊണ്ട് വെട്ടിയതാണോ അതോ പല്ലുകൊണ്ട് കടിച്ചു കീറിയതാണോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ലണ്ടനിലെ ഏതോ വലിയ ഡിസൈനർ വന്ന് വെട്ടിയ രൂപമാണ്. ഇതിനിടയിൽ എന്റെ വക കുറച്ച് ഇംഗ്ലീഷ് തത്വചിന്തകളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് വോണ്ട് സോറി, ഐ ജസ്റ്റ് വോണ്ട് ഡെയറി മിൽക്ക് എന്ന്. ഈ ഡയറി മിൽക്ക് തിന്നാൻ കാണിച്ച ആവേശം ആ വരികൾ എഴുതിയപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അക്ഷരങ്ങൾ കുറച്ചുകൂടി നേരെ ചൊവ്വേ. ഇതിപ്പോ ജങ്ക് ജേണലാണോ അതോ ഡയറി മിൽക്കിന്റെ ശവക്കല്ലറയാണോ എന്ന് എനിക്ക് തന്നെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു പേജ് തിരിക്കണമെങ്കിൽ പോലും അടുത്ത പേജുമായിട്ട് ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത കോമഡി നോക്കിയേ. അവിടെ ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഡയറ്റ് ബ്രേക്കർ ചീറ്റ് ഡേ എന്ന്. എന്റെ പൊന്നു, ഞാനേ ഡയറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നീ ഈ ഒരൊറ്റ പേജ് ഒട്ടിക്കാനുള്ള ഡയറി മിൽക്ക് മുഴുവൻ ഒരൊറ്റ ദിവസം കൊണ്ട് തിന്നു തീർത്തോ? ഇത്രയും ചോക്ലേറ്റ് അകത്താക്കിയിട്ട് നീ എന്ത് ഡയറ്റ് ചെയ്യാനാണ്? നിന്റെ ഡയറ്റ് അവിടെ കിടന്ന് ചോര തുപ്പി കരയുന്നുണ്ടാവും. ജിമ്മിൽ പോകുന്നവർ ഇത് കണ്ടാൽ എന്നെ വെറുതെ വിടില്ല. എന്തായാലും എന്റെ ഈ 8ാം ക്ലാസ്സിലെ കുട്ടികൾ ചെയ്യുന്നതിലും മോശമായ മഹാത്ഭുതം ഇതാ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. കാണാൻ അത്ര വലിയ ലുക്കൊന്നുമില്ലെങ്കിലും ഇത് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് ആളുകളെ പേടിപ്പിക്കാൻ ഞാൻ കാണിച്ച ആ ഒരു ധൈര്യമുണ്ടല്ലോ, അതിനെ എനിക്ക് തരണം ഒരു പ്രത്യേക അവാർഡ്. ഇത് കണ്ട ആർക്കെങ്കിലും തലവേദനയോ കണ്ണുവേദനയോ വന്നാൽ എന്നോട് ചോദിക്കരുത്, ഞാൻ മുൻകൂട്ടി ജാമ്യം എടുത്തതാണ്. അപ്പൊ എന്റെ ഈ ഡയറ്റ് ബ്രേക്കിംഗ് പരീക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അടുത്ത തവണ കിറ്റ്കാറ്റിന്റെ കവറും പശയും വെച്ച് ഇതിലും വലിയൊരു ഒന്നാന്തരം ബോംബുമായി ഞാൻ വരും. അതുവരെ കണ്ണടച്ചു പിടിച്ച് എല്ലാവരും ഇത് കണ്ട് സഹിക്കുക.